നമസ്കാരം, ഞാൻ ഡോക്ടർ അനിൽ. പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. കേന്ദ്ര സർക്കാരിന് കീഴിൽ ഒരു സ്ഥിരം ജോലി ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഒരു ഇൻഫർമേഷൻ ആണ്. കൗൺസിൽ ഓഫ് സയന്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച് CSIR കീഴിലുള്ള വളരെ പ്രശസ്തമായ ലബോറട്ടറിയായ NAL നാഷണൽ എയറോസ്പേസ് ലബോറട്ടറിയിലെ സയന്റിസ്റ്റുമാരുടെ ഒഴിവുകളിലേക്ക് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. താല്പര്യമുള്ളവർക്കൊക്കെ ഏപ്രിൽ 3 വരെ നിങ്ങൾക്ക് ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയും. ഇതേക്കുറിച്ച് കൂടുതൽ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് ഈ വീഡിയോ മുഴുവനായിട്ട് കാണാം. എൻ്റെ എല്ലാ ഡീറ്റെയിൽസും NALയുടെ വെബ്സൈറ്റ് ആയ www.nal.res.in എന്ന സൈറ്റ് ലഭ്യമാണ്. ബാംഗ്ലൂരിലാണ് നാഷണൽ എയറോസ്പേസ് ലബോറട്ടറി സ്ഥിതി എന്ന കാര്യം മനസ്സിലാക്കുക. അതിലേക്ക് ഞാൻ പറഞ്ഞു, ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കാനായിട്ടുള്ളത്. ഓൺലൈനായിട്ട് 2025 ഫെബ്രുവരി 21 മുതൽ ഏപ്രിൽ 3 വരെയാണ് നിങ്ങൾക്ക് ഇതിലേക്ക് അപേക്ഷിക്കാനായിട്ട് കഴിയുക എന്ന കാര്യം പ്രത്യേകം ഓർത്തിരിക്കുക. ഇനി ആകെ 30 പോസ്റ്റുകളാണുള്ളത്. അൺറിസർവ്ഡ് ആണ് 14 പോസ്റ്റുകൾ. എക്കണോമിക്കലി വീക്കർ സെക്ഷൻസുകൾക്ക് 3 പോസ്റ്റും, OBC 6ഉം, SC-ക്കാർക്ക് 7 പോസ്റ്റും, അങ്ങനെ ആകെ 30 പോസ്റ്റുകളാണ് ഉള്ളത്. ശമ്പള സ്കെയിൽ പറയുകയാണെങ്കിൽ 67,700 മുതൽ 2,80,700 എന്ന സ്കെയിൽ തുടക്ക ശമ്പളം തന്നെ 1,35,000 രൂപയോളം ലഭിക്കും. 32 വയസ്സാണ് ഉയർന്ന പ്രായപരിധി. എന്നാൽ SC/ST-ക്കാരായിട്ടുള്ളവർക്ക് 5 വർഷവും, OBC നോൺ ക്രിമിനലുകാർക്ക് 3 വർഷവും ഉയർന്ന പ്രായപരിധിയിൽ ഇളവ് ലഭിക്കുന്ന കാര്യം കൂടി മനസ്സിലാക്കുക. ഈ 30 പോസ്റ്റും ഡീറ്റെയിൽ ആയിട്ട് സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട്. പലതിനും പല സ്പെഷ്യലൈസേഷൻ ആണ്. അതിൽ സയന്റിസ്റ്റ് ഗ്രേഡ് 4 ആണ് പോസ്റ്റ്. കാര്യം മനസ്സിലാക്കുക. പോസ്റ്റ് കോഡ് നമ്പർ പ്രത്യേകം കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ പോസ്റ്റിനകത്ത് മെറ്റീരിയൽ സയൻസ്, മെറ്റലർജിക്കൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ കെമിസ്ട്രി, ഇതിലെ PhD സബ്മിറ്റ് ചെയ്തവർക്ക് അപേക്ഷിക്കാൻ കഴിയും. അതേ ക്വാളിഫിക്കേഷൻ തന്നെയാണ് രണ്ടാമത്തെ പോസ്റ്റും പറഞ്ഞിട്ടുള്ളത്. മൂന്നാമത്തെ പോസ്റ്റിലേക്ക് പോളിമർ സയൻസ് ആൻഡ് ടെക്നോളജിയിൽ MTech അല്ലെങ്കിൽ ME ഉള്ളവർക്കും അല്ലെങ്കിൽ ബന്ധപ്പെട്ട മേഖലയിൽ PhD സബ്മിറ്റ് ചെയ്തവർക്ക് അപേക്ഷിക്കാൻ കഴിയും. അടുത്ത പോസ്റ്റിലേക്ക് മെറ്റലർജിക്കൽ എഞ്ചിനീയറിംഗിലോ മെറ്റീരിയൽസ് എഞ്ചിനീയറിംഗിലോ ME MTech ആണ് പറഞ്ഞത്, അല്ലെങ്കിൽ PhD സബ്മിറ്റ് ചെയ്തിരിക്കണം. അടുത്ത പോസ്റ്റിലും ഇതുപോലെ മെറ്റീരിയൽസ് ടെക്നോളജി, മെറ്റീരിയൽസ് എഞ്ചിനീയറിംഗ്, സെറാമിക് ടെക്നോളജിയിലോ സെറാമിക് എഞ്ചിനീയറിംഗിനുള്ള ME അല്ലെങ്കിൽ MTech, അതിൽ തന്നെ PhD സബ്മിറ്റ് ചെയ്തവർക്കും അപേക്ഷിക്കാൻ കഴിയും. അടുത്ത പോസ്റ്റിലേക്ക് പറഞ്ഞിരിക്കുന്നത് കമ്മ്യൂണിക്കേഷൻ, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് ME MTech ഉള്ളവർക്കാണ് അപേക്ഷിക്കാൻ കഴിയുക. അടുത്ത പോസ്റ്റിലേക്ക് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, മൈക്രോവേവ് എഞ്ചിനീയറിംഗ്, റഡാർ എഞ്ചിനീയറിംഗ് എന്നിവയിൽ ME MTech ഉള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും. അല്ലെങ്കിൽ PhD സയൻസിലോ എഞ്ചിനീയറിംഗിൽ ബന്ധപ്പെട്ട മേഖലയുള്ളവർക്കും അപേക്ഷിക്കാൻ കഴിയും. അടുത്ത പോസ്റ്റിലേക്ക് പറഞ്ഞിട്ടുള്ള മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, മെഷീൻ ഡിസൈന്, പ്രൊഡക്ഷന്, ഇൻഡസ്ട്രി എഞ്ചിനീയറിംഗ് സ്പെഷ്യലൈസേഷനോടെ ME MTech ഉള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും. അടുത്ത സയൻസ് പോസ്റ്റിലേക്ക് സിസ്റ്റംസ് എഞ്ചിനീയറിംഗ്, എയറോസ്പേസ് എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ ആൻഡ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, അതിലേക്ക് ME അല്ലെങ്കിൽ MTech അല്ലെങ്കിൽ ബന്ധപ്പെട്ട മേഖലയിൽ PhD സബ്മിറ്റ് ചെയ്തവർക്ക് അപേക്ഷിക്കാൻ കഴിയും. അടുത്ത പോസ്റ്റിലേക്ക് കമ്പ്യൂട്ടർ സയൻസ്, ഇൻഫർമേഷൻ സയൻസ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ട്രിപ്പിളി, ഇൻസ്ട്രുമെന്റേഷൻ ആൻഡ് കൺട്രോൾ, എയറോസ്പേസ് എഞ്ചിനീയറിംഗ്, ഇതിലെ ME MTech അല്ലെങ്കിൽ PhD സബ്മിറ്റ് ചെയ്തവർക്ക് അപേക്ഷിക്കാൻ കഴിയും. അടുത്ത പോസ്റ്റിലേക്ക് പവർ ഇലക്ട്രോണിക്സ്, ഇലക്ട്രിക്കൽ മെഷീൻസ്, പവർ സിസ്റ്റംസ്, കൺട്രോൾ ആൻഡ് ഓട്ടോമേഷൻ, ME MTech ഉള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും. അടുത്ത പോസ്റ്റ് പറഞ്ഞിട്ടുള്ളത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, മെഷീൻ ഡിസൈനിങ്, അടുത്തതിനും ഡിസൈൻ എഞ്ചിനീയറിംഗ്, എയറോസ്പേസ് എഞ്ചിനീയറിംഗ്, ഇതിലേതെങ്കിലും ME MTech ഉള്ളവർക്കാണ് അപേക്ഷിക്കാൻ കഴിയുക. എയറോസ്പേസ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എന്നിവ, സിവിൽ എഞ്ചിനീയറിംഗ് ഉള്ളവർക്ക് അപേക്ഷിക്കാൻ വേണ്ടി 2 പോസ്റ്റുകളുണ്ട്. അടുത്ത ഇലക്ട്രോണിക്സ്, VLSI സിസ്റ്റം, എംബഡഡ് സിസ്റ്റംസ്, ഇൻസ്ട്രുമെന്റ്സ് എഞ്ചിനീയറിംഗ് ME MTech ഉള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും. അടുത്ത പോസ്റ്റിലേക്ക് പറഞ്ഞിട്ടുള്ളത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലെ ME അല്ലെങ്കിൽ MTech ഉള്ളവർക്കാണ് അപേക്ഷിക്കാൻ കഴിയുക. അടുത്ത പോസ്റ്റിലേക്കും ME അല്ലെങ്കിൽ MTech മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഉള്ളവർക്കാണ് അപേക്ഷിക്കാൻ പറ്റിയ പോസ്റ്റുകളാണ്. പിന്നെയുള്ള പോസ്റ്റിലേക്ക് ME അല്ലെങ്കിൽ MTech മാനുഫാക്ചറിംഗ്, പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്, മാനുഫാക്ചറിംഗ് CAD ഉള്ളവർക്കും ME MTech ഉള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും. അടുത്തതിനകത്ത് എഞ്ചിനീയറിംഗ്, ടൂൾ ഡിസൈൻ, ടൂൾ എഞ്ചിനീയറിംഗിൽ ME MTech ഉള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും. അടുത്ത സ്പെഷ്യലൈസേഷൻ എയറോസ്പേസ്, എയറോനോട്ടിക്കൽ, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ME MTech ആണ് പറഞ്ഞിട്ടുള്ളത്. അടുത്ത പോസ്റ്റിലേക്ക് മെക്കാനിക്കൽ അല്ലെങ്കിൽ ഇൻഡസ്ട്രി അല്ലെങ്കിൽ പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗിലെ ME MTech ആണ്. അടുത്ത പോസ്റ്റിലേക്ക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് ഉള്ളവർക്കാണ് അപേക്ഷിക്കാൻ കഴിയും ME MTech. അതേ ക്വാളിഫിക്കേഷൻ അടുത്ത പോസ്റ്റിലേക്ക് പറഞ്ഞിട്ടുള്ളത്. പിന്നീട് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ME MTech ഉള്ളവർക്കാണ് അടുത്ത 2 പോസ്റ്റുകൾ പറഞ്ഞിട്ടുള്ളത്. പിന്നീടുള്ളത് മെക്കാനിക്കൽ ഡിസൈൻ, മെഷീൻ ഡിസൈൻ എന്നിവയിൽ ME MTech ഉള്ളവർക്കും, അടുത്ത പോസ്റ്റിലേക്ക് എയറോസ്പേസ് ME MTech ഉള്ളവർക്കും, അടുത്ത പോസ്റ്റിലേക്ക് എയറോസ്പേസിലോ എയറോനോട്ടിക്കലോ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഉള്ളവർക്കോ അപേക്ഷിക്കാൻ കഴിയും. ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ നോക്കി ഡീറ്റെയിൽഡ് ക്വാളിഫിക്കേഷൻസും എക്സ്പീരിയൻസും ചോദിച്ചിട്ടുണ്ട്. എക്സ്പീരിയൻസ് ഏതാ ഫീൽഡിലായത് നമ്മൾ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ആകെ 30 പോസ്റ്റുകളാണെന്ന് പറഞ്ഞ് അടിസ്ഥാന ശമ്പളത്തിനും ഡിയർനെസ് അലവൻസും ട്രാൻസ്പോർട്ട് അലവൻസും മറ്റ് ഹൗസ് റെന്റ് അലവൻസ്, അങ്ങനെ മറ്റ് അലവൻസുകളെല്ലാം ലഭിക്കും എന്ന കാര്യം കൂടി മനസ്സിലാക്കുക. ഉയർന്ന പ്രായപരിധി ഞാൻ പറഞ്ഞു, റിലാക്സേഷൻ ഉള്ളവർക്ക് അത് ലഭിക്കും. ഇതിന്റെ എല്ലാ ഡീറ്റെയിൽസും https://www.nal.res.in സൈറ്റ് ലഭ്യമാണ്. ഈ സൈറ്റ് നിങ്ങൾ സന്ദർശിച്ച ഡീറ്റെയിൽസ് ഒക്കെ മനസ്സിലാക്കാൻ കഴിയും. അപേക്ഷാ ഫീസിന്റെ ജനറൽ കാൻഡിഡേറ്റ്സിനൊക്കെ ഫീസ് 500 രൂപയാണെന്ന കാര്യം കൂടി മനസ്സിലാക്കുക. സെലക്ഷൻ പ്രോസസ് NAL പല രീതിയിൽ സെലക്ഷൻ ഉണ്ട്. ഹയർ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷന്, പേറ്റന്റ് ഉള്ളവരെ, പബ്ലിക്കേഷൻസിന്റെ അടിസ്ഥാനത്തിൽ, അങ്ങനെ PhD തീസിന്റെ അടിസ്ഥാനത്തിൽ, റിട്ടേൺ ടെസ്റ്റ്, സെമിനാറിന്റെ അടിസ്ഥാനത്തിൽ പല രീതിയിലായിരിക്കും സ്ക്രീൻ ചെയ്തായിരിക്കും സെലക്ഷൻ നടത്തുക എന്ന് മനസ്സിലാക്കുക.
ഇനി എങ്ങനെ അപേക്ഷിക്കാൻ പറ്റുമെന്ന് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ NIL വെബ്സൈറ്റ് ആയ https://www.nil.res.i എന്ന സൈറ്റ് വഴി വേണം അപേക്ഷിക്കാനായിട്ട്. ആദ്യം നിങ്ങളൊരു രജിസ്ട്രേഷൻ നടത്തണം, ബേസിക് ഡീറ്റെയിൽസ് കൊടുത്ത് പിന്നെ ഫീസ് അടയ്ക്കണം. അതിനുശേഷമാണ് ഓൺലൈൻ ആപ്ലിക്കേഷനും സബ്മിറ്റ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് 2022 ഫെബ്രുവരി 21 മുതൽ ഏപ്രിൽ 3 വരെയാണ് അപേക്ഷിക്കാൻ കഴിയുക. അപേക്ഷാ ഫീസ് 500 രൂപയാണെന്ന് പറഞ്ഞു. SC/ST കാറ്റഗറികൾക്കും ഡിസബിലിറ്റികൾക്കും വനിതാ കാൻഡിഡേറ്റ്സും എക്സ് സർവീസ്മെൻ ഒന്നും ഫീസ് വേണ്ട. ബാക്കിയുള്ളവർ മാത്രം 500 രൂപ ഓൺലൈനായിട്ട് ഫീസ് അടയ്ക്കണം. അതുപോലെ നിങ്ങളുടെ പാസ്പോർട്ട് സൈസ്, കളർ ഫോട്ടോഗ്രാഫി, സിഗ്നേച്ചർ ഒക്കെ നിങ്ങൾ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യണമെന്ന കാര്യം കൂടി മനസ്സിലാക്കുക. ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാനുള്ള. ഇത്രയും വീഡിയോ കണ്ടതിൽ നന്ദി രേഖപ്പെടുന്നതോടൊപ്പം ഇനി ഇതുപോലെ ഇൻഫർമേഷൻസ് ലഭിക്കാൻ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും നല്ല കരിയർ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു വെരി മച്ച്.